എനിക്ക് ഇപ്പോഴും ശ്വാസം മുട്ടലും ഗ്യാസ് പ്രോബ്ലവും ആണ്, ക്ഷീണവുമാണ്. അതുമാത്രമല്ല ഉറക്കവും ഇല്ല. പെട്ടെന്ന് കൈയും കാലും തണുക്കുകയും പെട്ടെന്ന് മരിച്ചു പോകുമോ എന്ന പേടി ഉണ്ടാവുകയും ചെയ്യും. വേറെ എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ പോയാൽ ശ്വാസം മുട്ടൽ കുറച്ചു കുറയും. ഫുഡ് കഴിക്കലും കുറവാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒരു പാനിക് പാരോക്സിമൽ റിയാക്ഷൻ പോലെ ഉണ്ട്. എന്തെങ്കിലും ഒരു എന്താണെന്നുള്ള കറക്റ്റ് പറയാനായിട്ടുള്ള സിംറ്റംസ് ഇതിൽ കൊടുത്തിട്ടില്ല. എന്തൊക്കെയാ പറഞ്ഞത് സിംറ്റംസ്? അത് ശ്വാസം മുട്ടൽ ഉണ്ടാവാറുണ്ട്. എപ്പോഴും ശ്വാസം മുട്ടലും ഗ്യാസ് പ്രോബ്ലവും ക്ഷീണവുമാണ്. പിന്നെ ഉറക്കവും കുറവാണ്. പിന്നെ കൈയും കാലും പെട്ടെന്ന് തണുക്കുകയും മരവിക്കുകയും ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. അപ്പൊ പുള്ളിക്ക് തോന്നും അയ്യോ ഞാൻ മരിക്കാൻ പോവാണോ. എന്തായാലും ടെൻഷനുമായി റിലേറ്റ് ചെയ്ത എന്തോ ഒരു സാധനമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ടെൻഷൻ ഉള്ളിൽ ചിന്തിക്കുന്ന ആളായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇപ്പൊ ഒരുപാട് മാറ്റിയും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ചിന്തിക്കുന്ന ടൈപ്പ് ആളായതിനെ കൊണ്ടിട്ട് വരുന്നതായിരിക്കും. ഈ ശരീരം തണുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ചിന്ത കൂടിയിട്ടും ടെൻഷൻ ആയാലൊക്കെയാണ് നമുക്ക് അങ്ങനെ ഉണ്ടാവുക. പിന്നെ ഈ ശ്വാസം കിട്ടാത്ത പോലെ ആവുക എന്നൊക്കെ. പിന്നെ കുറെ കാലമായിട്ട് പ്രൊലോങ്ഡ് സ്ട്രെസ്, അതായത് ഒരുപാട് വർഷമായിട്ട് സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ടൊരു സൊല്യൂഷനും ഇല്ലാണ്ട് പോകുന്ന ഒരു സൈലന്റ് കില്ലർ പോലത്തെ ഒരു സാധനമുള്ള സ്ട്രെസ്സിലാണ് ഈ അൾസർ അല്ലെങ്കിൽ വയറുവേദന ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മാഡം, എനിക്ക് 2 വർഷമായി തലയുടെ ഉച്ചിയിൽ പുകച്ചിലും തരിപ്പുമാണ്. ചില സമയങ്ങളിൽ തലയിൽ തീക്കനൽ കോരിയിട്ടതുപോലെയാണ്. കൂടാതെ എനിക്ക് ലൈഫിൽ പല പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും ഓരോ ചിന്തകളാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലയ്ക്ക് പ്രശ്നം തുടങ്ങും. ഇടയ്ക്കിടെ ഒന്ന് ഡോക്ടറെ മാറി മാറി കാണിച്ചു. ടെൻഷൻ മാറാൻ മരുന്ന് കഴിച്ചു. MRI ചെയ്തു നോക്കിയപ്പോൾ നോർമലാണ്. ഇനി ഞാൻ ആരെയാണ് കാണേണ്ടത്? മരുന്ന് തുടർച്ചയായി കഴിക്കേണ്ടി വരുമോ? കൗൺസിലിംഗ് കൊണ്ട് മാറുമോ? തലയുടെ ഉച്ചിയിൽ പുകച്ചിലും തരിപ്പും. ചില സമയങ്ങളിൽ തലയിൽ തീക്കനൽ കോരിട്ടതുപോലെയാണ്. പിന്നെ ഫാമിലി പ്രോബ്ലംസ്, ലൈഫിൽ കുറെ പ്രോബ്ലംസ്. ഇതൊരു സ്ട്രെസ് റിയാക്ഷൻ ആവാനാണ് സാധ്യത കൂടുതൽ. സ്ട്രെസ് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക് പോലത്തെ, അല്ലെങ്കിൽ വല്ല സൈക്കോസൊമാറ്റിക് ഡിസോർഡറും ആയിരിക്കും. സൈക്കോ എന്ന് പറഞ്ഞാൽ മൈൻഡ്, സോമ എന്ന് പറഞ്ഞാൽ ബോഡി. മൈനസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിനെ കൊണ്ട് ബോഡി കാണിക്കുന്ന റിയാക്ഷൻസിൽ പെട്ടിട്ടുള്ള അസുഖങ്ങളെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എപ്പോഴും ഓരോ ചിന്തകളാണെന്ന് പറയുന്നുണ്ട്. ചിന്ത കുറയ്ക്കാനുള്ള ടെക്നിക്സ് തന്നെയാണ് നമ്മൾ ചെയ്യുക ഇത്തരം കണ്ടീഷനിൽ. ചിന്തേൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിന്ത അലേർട്ട് ആക്കിയിട്ട് തോട്ട് സ്റ്റോപ്പിംഗ് ടെക്നിക്സ് ഒക്കെ ചെയ്യും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തോട്ട്സ് കുറഞ്ഞു വരുമ്പോൾ ഈ സിംറ്റംസ് കുറഞ്ഞു വരും. എനിക്ക് എപ്പോഴും ചിന്തകളാണ്. എല്ലാരും ചിന്തയുടെ ആൾക്കാരാണല്ലോ. എനിക്ക് എപ്പോഴും ചിന്തകളാണ്. ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം, ഭാവിയിൽ വരാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെയുള്ള ചിന്തയാണ്. എപ്പോഴും ഫ്യൂച്ചർ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കും. അതുപോലെ പെട്ടെന്ന് സങ്കടം വരും. ഓവറായിട്ട് കരയുന്ന കൂട്ടത്തിലാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടം വരും. അത് എന്താണ്? പലപ്പോഴും ഞാൻ കരയുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കും എനിക്ക് ഭാവിയിൽ മാനസിക രോഗം വരുമോ എന്ന്. ഇതിന് കാരണം എന്താ? എനിക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകളാണ്. ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ നല്ല ബോൾഡായ സ്റ്റുഡൻ്റ് ആണ്. നന്നായി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. എന്തിനും ധൈര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് നെഗറ്റീവ് ചിന്തകളും എപ്പോഴും സങ്കടങ്ങളുമാണ്. കാരണം എന്താ? പ്ലീസ് റിപ്ലൈ. അല്ല, ഇത് കുറേയൊക്കെ നോർമലായ ഒരു സാധനം പോലെയൊക്കെ തോന്നുന്നു. ചില ആൾക്കാർക്കൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു അഡോളസെന്റ് ഏജിലൊക്കെ ഉണ്ടാവുന്ന ഒരു മെയിൻ ചിന്തയാണ് ഭാവിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത. എന്താവോ എന്തോ എന്നുള്ള ഒരു ചിന്ത, സങ്കടം വരിക, അങ്ങനത്തെ ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ പ്രൊലോങ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അതായത് 2 ആഴ്ചയിൽ കൂടുതൽ ഇത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മളൊരു കൗൺസിലിംഗ് ഒക്കെ എടുത്ത്, വെറുതെ അങ്ങനെ ആർക്കും സങ്കടം വരില്ല. ഒരു കാര്യമില്ലാണ്ട് സങ്കടം വരിക, ഭാവി കോളമായി പോവും, ഫ്യൂച്ചർ മൊത്തം കോളമായി പോകും എന്നുള്ള ചിന്ത വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു OCDയുടെ ഒരു ലക്ഷണം പോലെയൊക്കെ ആയി. ഞാനത് ആലോചിക്കായിരുന്നു. നമ്മളിപ്പം നമുക്കൊരു അൺസർട്ടനിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? നമ്മൾ OCDയിൽ പറയാറുണ്ട് ഈ നീഡ് ടു നോ അബൌട്ട് അൺസർട്ടനിറ്റി. അതായത് ഫ്യൂച്ചറിൽ എന്താണ്, ഒരു 5 വർഷം കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ്, എന്താവോ എന്തോ എന്നുള്ളത് അറിയാനൊരു ആകാംക്ഷ ആദ്യം. ഇപ്പോഴേ നമുക്കത് ഉണ്ടാവും. ഐ മീൻ ഇപ്പൊ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ഒരു ഫ്യൂച്ചർ 5 വർഷത്തെ 6 വർഷത്തെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ ആലോചിച്ച് ആദ്യം കൂട്ടുകയെന്ന് അറിയില്ലേ. ഒരു കോട്ട് ഉണ്ടായിരുന്നു, ഞാൻ വായിച്ചാണ്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ എന്നുള്ളത്. അപ്പൊ 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്താവണം, നമ്മൾ ചിന്തിക്കുന്നുവോ അതായിട്ട് മാറാൻ വേണ്ടി പറ്റട്ടെ നെഗറ്റീവ് ചിന്തകളൊക്കെ.
ഒഴിവാക്കിയിട്ട് വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്റെ ഉപ്പാക്ക് 1 വർഷമായി ഭയങ്കര ഓർമ്മക്കുറവാണ്. 68 വയസ്സായി. അതിനിടയിൽ അപസ്മാരവും ഉണ്ടായി. എന്തായിരിക്കും കാരണം? 1.5 വർഷം മുന്നേ ഒരു ഹെർണിയയുടെ സർജറി കഴിഞ്ഞിരുന്നു. ഈ സന്ദർഭത്തിൽ ഒരു പേടി കുടുങ്ങിയിട്ടുണ്ട്. അത് മാറ്റിയെടുക്കുവാൻ സാധിക്കുമോ? ഇത് കുറെ ബയോളജിക്കലി ഉള്ള കുറെ സാധനങ്ങൾ വരുന്നുണ്ടല്ലേ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു അപസ്മാരം ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഓർമ്മക്കുറവുണ്ട്. 68 years old ആയി ഉപ്പാക്ക്. പിന്നെ ഹെർണിയയുടെ സർജറി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സർജറി കഴിയുന്ന സമയത്ത് ഒരു പേടി കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് എന്ത് തരം പേടിയാണ് എന്നുള്ളതാണ് ഒരു മെയിൻ ചോദ്യം. ഇപ്പൊ 68 years എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മകളൊക്കെ നമ്മുടെ എല്ലാ അവയവങ്ങളും തേയ്മാനം വന്ന് തുടങ്ങുന്ന ഒരു പ്രായമാണ്. അപ്പം മെമ്മറിയൊക്കെ ചിലപ്പോൾ അതിനെ കൊണ്ടൊക്കെ കുറയാം. ചിലപ്പോൾ അയാൾക്ക് പേടി ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഡെത്ത് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഡെത്ത് ആങ്സൈറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യനറുകളൊക്കെ ഉണ്ട്. അപ്പം പ്രായമായ ആൾക്കാർ എന്തെങ്കിലും ഇതേപോലത്തെ ഭയങ്കരമായ ആകാരമായ പേടി അങ്ങനത്തെ സാധനം വരികയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനർ ഒന്ന് ചെയ്തു നോക്കും. എന്താ വെച്ചാൽ മരിക്കാൻ പേടി വന്ന് തുടങ്ങിയോ എന്നുള്ള ഒരു സാധനം. ഇതാരും ആരോടും പറയൂല എനിക്ക് മരിക്കാൻ പേടി വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നും. അപ്പം മോശം കാര്യം പോലത്തെ ഒരു സാധനമായിട്ട് അത് അധികം ആൾക്കാരും പറയൂല. അപ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ മരിക്കാനൊക്കെ ആയിന്ന് തോന്നുന്നുണ്ട്, ഞാൻ റെഡി ആയിട്ടിരിക്കുക എന്നൊക്കെ പലരും പറയും. തമാശയിൽ കൂടെ പറയുമെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ നല്ല പേടിയും ഇതൊക്കെ വന്നിട്ടുണ്ടാവും. എന്തൊക്കെ സഹിക്കണം, എന്താവും, ഇനിയിപ്പോൾ ഈ ലോകം വിട്ടു പോവുമല്ലേ, ഇനി എങ്ങോട്ടേക്കാ, എന്താ ഏതാന്നൊക്കെ ഉള്ളൊക്കെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വരും. പലരും ഭക്തിമാർഗത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് ആ ഒരു സമയം. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞെങ്കിലാണ് ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സർജറീൻ്റെ സമയത്ത് ചിലപ്പം പേടിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ട്രിഗർ ചെയ്തിട്ട് പിന്നെ ഒരു ആങ്സൈറ്റി ഡിസോർഡർ സ്റ്റാർട്ട് ആയോ എന്നും പറയാൻ പറ്റില്ല. ഈ 68 years old ആയ ആൾക്കൊക്കെ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഡെത്ത് ആങ്സൈറ്റി ആണെങ്കിൽ അങ്ങനത്തെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമോ? അപ്പം ഡെത്ത് ആങ്സൈറ്റി നമുക്ക് കുറച്ച് ഹോപ്പ് നമ്മൾ എന്താ കൊടുക്കുക എന്നുള്ളതല്ല. ഐ മീൻ അവർക്ക് കുറച്ചും കൂടെ ആ ഒരു ബാക്കിയുള്ള സമയങ്ങൾ അപ്പം ഒരു നമുക്കറിയില്ലല്ലോ എപ്പോഴാണെന്നുള്ള. അപ്പം അതുവരെയുള്ള സമയങ്ങൾ ബുദ്ധിയുടെ ഒരു സാധനത്തിന് നമ്മൾ പറയുന്നതാണ് കോഗ്നിറ്റീവ് മീഡിയേഷൻ. ഓക്കെ, നമ്മൾ IQ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധിക്ക് നമ്മൾ പറയുന്ന കോഗ്നിറ്റീവ് മീഡിയേഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എത്ര പ്രായമായാലും 100 വയസ്സായാലും ഇപ്പോഴും അയാളുടെ ബുദ്ധിയും പക്വതയൊക്കെ ഇൻടാക്റ്റ് ആണ് എന്ന് നമുക്ക് തോന്നുന്ന ചില ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ഏത് പ്രായത്തിലായാലും നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അയാളുടെ ബുദ്ധിശക്തിക്ക് വല്ല കുറവും വന്നിട്ടുണ്ട്, അയാൾക്ക് കുറച്ചൊരു കഥയില്ലാത്ത പോലെ ആയി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് പ്രശ്നം. ഇപ്പൊ ഈ ഒരു കേസിൽ പറഞ്ഞ പോലെ ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അത് ഒരു ഡിമെൻഷ്യ ആണോ ഒന്നും നമുക്ക് അറിയില്ല. അതൊക്കെ ഒരു ക്വയറിയാണ്. ഈ ഡെത്ത് ആങ്സൈറ്റി എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇന്ന് ആദ്യമായിട്ട് കേൾക്കണം. അപ്പൊ എന്താണ് ഈ ചെറിയ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും? എന്റെ പോലെ ഏജുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഡെത്ത് ആങ്സൈറ്റി വരിക. ഓക്കെ, അല്ല ബാക്കി ചെറുപ്പക്കാർക്കൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്ത് ആങ്സൈറ്റി, മാരേജിന്റെ ആങ്സൈറ്റി, അങ്ങനെ പല ആങ്സൈറ്റീസ് വരും. ഈ മരിക്കാനുള്ള ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സാധനമാണ്. അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഒരു സമയമായി കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന ഒരു സാധനമാണത്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.